രാവണൻ തോറ്റ കഥ. ഒരിക്കൽ രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ മന്ത്രിമാരോടൊന്നിച്ച് നാടു ചുറ്റുകയായിരുന്നു. അവർ ഹേഹേയ വംശത്തിലെ പ്രസിദ്ധനായ രാജാവ് കാർത്തവീര്യാർജുനന്റെ രാജ്യമായ മഹിഷ്മതിക്ക് മുകളിലെത്തി. നർമ്മദയുടെ തീരത്തുള്ള ആ മനോഹരമായ രാജ്യത്ത് വിമാനം ഇറക്കി. രാവണനും മന്ത്രിമാരും നർമ്മദയിലേക്ക് കുളിക്കാൻ ഇറങ്ങി. കുളി കഴിഞ്ഞ രാവണൻ ശിവപൂജയ്ക്കായി ഒരുങ്ങി. ഈ സമയം നർമ്മദയുടെ മറ്റൊരു തീരത്ത് കാർത്തവീര്യാർജുനനും ഭാര്യമാരും നീരാട്ടിനിറങ്ങി. ദത്താത്രേയ മുനിയുടെ അനുഗ്രഹത്താൽ കാർത്തവീര്യാർജുനന് 1000 കൈകൾ വരമായി ലഭിച്ചിട്ടുണ്ട്. നർമ്മദയിൽ ഉല്ലസിച്ചു കൊണ്ടിരിക്കെ ഭാര്യമാരിൽ ഒരാൾ ഇതോർത്ത് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് അങ്ങയുടെ കൈകളാൽ ഈ നർമ്മദയെ തടഞ്ഞു നിർത്താനാകുമോ? അതാർക്കും സാധ്യമാവില്ല, മറ്റൊരു ഭാര്യ പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, വേറൊരു ഭാര്യ പറഞ്ഞു. ഭാര്യമാരുടെ സംശയം കാർത്തവീര്യാർജുനനിലെ പൗരുഷത്തെ ഉണർത്തി. അദ്ദേഹം തന്റെ 1000 കൈകൾ ഉപയോഗിച്ച് നർമ്മദയെ തടഞ്ഞു. അദ്ദേഹത്തിന്റെ മുൻഭാഗത്തെ ജലനിരപ്പ് ഉയരാനും പിൻഭാഗം വറ്റി വരളാനും തുടങ്ങി. ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുങ്ങാൻ തുടങ്ങി. ജീവജാലങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടാൻ തുടങ്ങി. ആളുകൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഓടാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ നർമ്മദയുടെ തീരത്ത് ശിവപൂജ ചെയ്യുകയായിരുന്ന രാവണന്റെ പൂജാപുഷ്പങ്ങളെയും രാവണൻ നിർമ്മിച്ച ശിവലിംഗത്തെയും പൊന്തി വന്ന വെള്ളം ഒഴുക്കിക്കളഞ്ഞു. അസംഭവ്യം! എന്താണീ കാണുന്നത്? രാവണൻ കോപാകുലനായി. മന്ത്രിമാരെ, എന്താണീ സംഭവിക്കുന്നത്? എന്തു തന്നെയായാലും കാരണം കണ്ടെത്തി ഉടൻ വരൂ, രാവണൻ ആജ്ഞാപിച്ചു. വെള്ളപ്പൊക്കത്തിന്റെ കാരണമറിയാൻ പോയ മന്ത്രിമാർ ഉടൻ തന്നെ തിരിച്ചെത്തി. പ്രഭു, 1000 കൈകൾ ഉള്ള ഒരു ഭീകരൻ നർമ്മദയെ തടഞ്ഞു നിർത്തിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. 1000 കൈകൾ എങ്കിൽ അത് കാർത്തവീര്യാർജുനൻ തന്നെ. കുപിതനായ രാവണൻ കാർത്തവീര്യാർജുനൻ അടുത്തെത്തി. കാർത്തവീര്യാർജുന, യോദ്ധാവാണെങ്കിൽ നമ്മോട് കാണിക്കൂ നിന്റെ കരുത്ത്, അല്ലാതെ നർമ്മദയോടല്ല. ആഹാ, ലങ്കേശ്വരനോ? മഹിഷ്മതിയിലെത്തുന്ന അതിഥികളെ മാന്യമായി സത്കരിക്കുന്നതാണ് രീതി. താങ്കൾക്ക് അതൊരു കരുത്ത് തെളിയിക്കലിലൂടെ മതിയെങ്കിൽ ഞാൻ തയ്യാർ. തുടർന്ന് കാർത്തവീര്യാർജുനനും രാവണനും പൊരിഞ്ഞ യുദ്ധത്തിലേർപ്പെട്ടു. എന്നാൽ കാർത്തവീര്യാർജുനന്റെ കരുത്തിനു മുന്നിൽ രാവണന് അടിപതറി. നിലംപരിശായ രാവണനെ കാർത്തവീര്യാർജുനൻ ബന്ധനസ്ഥനാക്കി തടവിലിട്ടു. കാർത്തവീര്യാർജുനൻ രാവണനെ തടവിലാക്കിയ വിവരമറിഞ്ഞ രാവണന്റെ മുത്തശ്ശനായ പുലസ്ത്യ മഹർഷി മഹിഷ്മതിയിൽ എത്തിച്ചേർന്നു. കാർത്തവീര്യാർജുനൻ മഹർഷിയെ സ്വീകരിച്ച് ഇരുത്തി. കാർത്തവീര്യാർജുന, രാവണന്റെ അഹങ്കാരം നീ പൊറുക്കണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് രാവണനെ മോചിപ്പിച്ചാലും. കാർത്തവീര്യാർജുനൻ രാവണനെ മോചിപ്പിച്ചു. രാവണൻ മുത്തശ്ശനെ നമസ്കരിച്ചു. രാവണൻ കാർത്തവീര്യാർജുനനോട് ക്ഷമ ചോദിച്ചു. ഇനി മുതൽ നമ്മൾ ഉറ്റ സുഹൃത്തുക്കൾ ആയിരിക്കും, കാർത്തവീര്യാർജുനൻ പറഞ്ഞു. രാവണനെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചതിന് ശേഷം പോവാൻ അനുവദിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. താങ്ക്